وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച മൻഹജുൽ ഹഖ് എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതിൽ അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഹദീസിൻ്റെ വിശദീകരണമായിരുന്നു. അതൊന്നുകൂടി നമുക്ക് വായിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്, അഥവാ അൽ ഹദീസുൽ ഖുദ്സി അല്ലെങ്കിൽ ഹദീസുൽ ഖുദ്സി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അന്നഹു ഖാൽ, അള്ളാഹു പറഞ്ഞു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. ജസാകുമുല്ലാഹു ഖൈറൻ. എന്താണ് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു തന്നെ അക്രമം അത് ഹറാമാക്കിയിട്ടുണ്ട്. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദാലമു. മനുഷ്യന്മാർക്ക് ഇടയിലും റബ്ബ് സുബ്ഹാനഹു വ തആല അക്രമം ചെയ്യുക എന്നുള്ളത്, അതിക്രമം ചെയ്യുക എന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അതിക്രമം ചെയ്യാൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതു ഫസ്തഹ്ദൂനി അഹ്ദിക്കും. നിങ്ങളെല്ലാവരും എന്താണ്? വഴിപിഴച്ച ആളുകളാണ്. വഴിതെറ്റിപ്പോയ ആളുകളാണ്, അള്ളാഹു ഹിദായത്തിലാക്കിയവർ ഒഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്തഹ്ദൂനി അഹ്ദിക്കും. നിങ്ങൾ എന്നോട് ഹിദായത്തിന് വേണ്ടി ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം. പിന്നീട് അള്ളാഹു പറയുകയാണ്, യാ ഇബാദി കുല്ലുക്കും ജായിഉൻ ഇല്ലാ മൻ അത്അംതുഹു ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും. നിങ്ങളെല്ലാവരും വിശപ്പുള്ള ആളുകളാണ്, ഞാൻ ഭക്ഷിപ്പിച്ചവരൊഴികെ. അതിനാൽ നിങ്ങളെല്ലാവരും എന്നോട് ഭക്ഷണത്തിന് വേണ്ടി തേടുക, ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിക്കാം. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതു ഫസ്തക്സൂനി അക്സുക്കും. അള്ളാഹു പറയുകയാണ്, നിങ്ങളെല്ലാവരും വിവസ്ത്രരാണ്, നഗ്നരാണ്, ഞാൻ വസ്ത്രം ഉടുപ്പിച്ചവരൊഴികെ. അതിനാൽ തന്നെ നിങ്ങൾ എന്നോട് എന്തിനു വേണ്ടി ചോദിക്കണം? വസ്ത്രത്തിന് വേണ്ടി ചോദിക്കണം, ഞാൻ നിങ്ങളെ ഉടുപ്പിക്കാം എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ അന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. ഇതാ, നിങ്ങൾ രാവിലും പകലിലുമൊക്കെ തിന്മകൾ ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ ധാരാളം തിന്മകൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എന്തിൻ്റെ ആവശ്യമില്ല? നിരാശരാവേണ്ടതില്ല. നിങ്ങൾ എന്നോട് എന്തിനു വേണ്ടി ചോദിക്കണം? ഇസ്തിഗ്ഫാറിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. ശ്രദ്ധിക്കണം, പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകാം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു ദർരി ഫതളുറൂനി. അല്ലയോ എൻ്റെ അടിമകളെ, നിങ്ങൾക്ക് ആർക്കും എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഫതളുറൂനി, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു കൊള്ളുക. വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി, നിങ്ങൾക്ക് ആർക്കും എനിക്കൊരു ഉപകാരം ചെയ്യാനും സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതും ചെയ്തു കൊള്ളുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യാ ഇബാദി ലൗ അന്ന അവ്വലകും വ ആഖിറകും വ ഇൻസകും വ ജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈആ. ഇതാ, നിങ്ങളിലെ ജിന്നിൽപ്പെട്ട ആളുകളും ഇൻസിൽപ്പെട്ട ആളുകളും ജിന്നുകളും മനുഷ്യരും എല്ലാവരും, ആദ്യം ജനിച്ചയാളും അവസാനം ജനിച്ചയാളും മരിച്ചയാളും എല്ലാവരും ഏറ്റവും തഖ്വയുള്ള ഒരാളുടെ ഹൃദയം പോലെ ആയാലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അതൊന്നും കൂടാനില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും
കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നകസ ദാലിക മിൻ മുൽകി ഷൈആ. ഇനി പറഞ്ഞതുപോലെ എല്ലാ ആളുകളും ഏറ്റവും മോശപ്പെട്ട ഒരാളുടെ ഹൃദയം പോലെയായി എന്ന് കരുതുക. എന്നാലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഒന്നും കുറയാനില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നകസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാ എല്ലാ ആളുകളും, മനുഷ്യന്മാരിൽപ്പെട്ടതും ജിന്നിൽപ്പെട്ട എല്ലാ ആളുകളും ഒരു പ്രതലത്തിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് എല്ലാ ആളുകളും അവർ ചോദിച്ച കാര്യം അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്താലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് എങ്ങനെയാണ് കുറയുക? ഒരു മൊട്ടുസൂചി നമ്മൾ ബഹറിൽ മുക്കിയാൽ അതിൽ നിന്ന് എന്താണോ എടുത്തു പോകാൻ സാധിക്കുക അത്രയുമേ കുറയുകയുള്ളൂ എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും സുമ്മ ഉവഫീക്കും ഇയ്യാഹാ. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം അത് ക്ലിപ്തപ്പെടുത്തപ്പെട്ടതാണ്. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യും. നൽകപ്പെടുകയും ചെയ്യും. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഏതേത് ഇബാദത്തുകളുണ്ടോ അതിനൊക്കെ നമുക്ക് പ്രതിഫലം ലഭിക്കും. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അത് വെറുതെ ആവുകയില്ല. ഒരിക്കലും അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകും. ഫമൻ വജദ ഖൈറൻ ഫൽയഹ്മദില്ലാഹ്. അങ്ങനെ അവന് ആ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിലാണ് ഉള്ളത് എങ്കിൽ ഫൽയഹ്മദില്ലാഹ്, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. ഇനി വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. ഇനി അതിന് പുറമെ അവൻ ഖൈറിലല്ല ഉള്ളത് എങ്കിൽ അവൻ ആരെ തന്നെയാണ് കുറ്റം പറയേണ്ടത്? സ്വന്തത്തിനെ തന്നെ കുറ്റം പറഞ്ഞാൽ മതിയെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര കാര്യങ്ങൾ അള്ളാഹു പറയുകയാണ്, എന്നോട് ചോദിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുകയാണ്. എത്ര മനോഹരമായ ഹദീസാണ്. അള്ളാഹുവിലേക്ക് എത്ര കണ്ട് നമ്മൾ ആവശ്യക്കാരാണ് എന്ന് അറിയിക്കുന്ന ഒരു ഹദീസ് കൂടിയാണിത്. ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരി ഹിദായത്ത്. ഇതൊക്കെ ആരുടെ കരങ്ങളിലാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മാത്രം കരങ്ങളിലാണ്. അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ അത്യാവശ്യമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലേ? വസ്ത്രം വേണം, അതുപോലെ തന്നെ ഭക്ഷണം വേണം, അതുപോലെ തന്നെ എന്താണ്, അതിനേക്കാൾ ഉപരി ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഹിദായത്ത് വേണം. ഇതൊക്കെ ആരുടെ കയ്യിലാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. നമ്മൾ എത്ര ദുർബലരാണ് എന്നതും ഈ ഒരു ഹദീസ് അറിയിക്കുന്നുണ്ട്. മനുഷ്യൻ വളരെ ദുർബലനാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യരെ ഞാൻ പടച്ചത് എങ്ങനെയാണ്? വളരെ ദുർബലരായിട്ടാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക, എന്തായാലും ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണത്. സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞതായി കാണാം, അല്ലെങ്കിൽ ചെയ്തതായി കാണാം. ചില ആളുകൾ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വേണ്ടി, അവരുടെ നാട്ടിലെന്താണ്, വരൾച്ചയാണ്, അന്നെന്താണ്, നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സലഫുകളിൽ ചില ആളുകൾ എന്ത് ചെയ്യുകയാണ്? അവരുടെ വെള്ളം പോകുന്ന പാത്തി അതിങ്ങനെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങളിതിങ്ങനെ വൃത്തിയാക്കുന്നത്? അവർ പറയുകയാണ്, ഇന്ന് നമ്മൾ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നിസ്കരിക്കും, അതിനുശേഷം എന്ത് ചെയ്യും? അള്ളാഹുവോട് പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ ലഭിക്കുമെന്നുള്ള ആ ഉറച്ച വിശ്വാസമാണത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണെന്ത്? ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യണം. ഏതവസ്ഥയിൽ? മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ തിന്മകൾ, നമ്മൾ ചെയ്യുന്ന മ്ലേച്ഛമായ കാര്യങ്ങൾ അള്ളാഹുവിനൊരു ദോഷവും വരുത്തുന്നില്ല. നമ്മുടെ നന്മകൾ അത് അള്ളാഹുവിന് വല്ലതും വർദ്ധിപ്പിക്കുന്നുമില്ല. ആരുടെ നന്മക്കാണ്? നമ്മുടെ നന്മക്കാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ അവസാനം പറഞ്ഞ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൽകിയാലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഒരണുമണി പോലും കുറയുന്നില്ല, അല്ലെങ്കിൽ കുറയ്ക്കുകയില്ല. അതിനാൽ തന്നെ സൂചി കടലിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ തിരിച്ചു കൊണ്ടുപോവുകയില്ല, അല്ലേ? നമുക്കറിയാം, അപ്രകാരമാണ് ഈ കാര്യവും.
കാരണം സൂചി എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒരു സാധനം കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമല്ല സൂചി എന്നുള്ളത്. മറിച്ച് അത് നമ്മൾ കടലിൽ മുക്കിയാൽ അത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലെ തുള്ളികൾ എവിടെ തന്നെയാണ് വീഴുക? കടലിൽ തന്നെയാണ്. അഥവാ അള്ളാഹുവിൻ്റെ മുൽക്കിൽ നിന്ന് ഒരു അണുമണി പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നോക്കൂ സഹോദരങ്ങളെ, ഒരണുമണി പോലും കുറയാനില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസ് അറിയിച്ചു തരുന്നത് അവനോട് മാത്രം ധാരാളം ചോദിക്കാൻ വേണ്ടിയാണ്. എത്ര തവണയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഈ ഹദീസിനെ പറ്റി. ആവർത്തിച്ച് എന്ത് ചെയ്യുകയാണ്? ഈ ഹദീസിൽ നമുക്ക് അറിയിച്ചു തരികയാണ് എന്ത്? അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യതയും അതുപോലെ തന്നെ അവൻ്റെ ധന്യതയും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതായ കാര്യമുണ്ട്. ഈ ഹദീസ് നമ്മൾ കേട്ടു, അള്ളാഹുവോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവോട് മാത്രം ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ആ ഹദീസ് പറഞ്ഞു തന്നത്. ഈ ഹദീസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടോ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് അതിലേതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കണം. ഏതെങ്കിലും ഈ ഹദീസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇതിലിതാ ഈ ഒരു കാര്യം മാത്രം അള്ളാഹുവോട് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ ഇടയാളനാക്കി നിങ്ങൾ ചോദിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, മഹാനായ ഖുലഫാ ഉർ റാഷിദീങ്ങളിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസുണ്ട്. അവിടുന്ന് പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, നിങ്ങൾ എന്നെ നസാറാക്കൾ ഈസ ഇബ്നു മറിയമിനെ എങ്ങനെയാണോ പുകഴ്ത്തിയത് അതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എന്താണ് നസാറാക്കൾ ചെയ്തത്? അവരിൽ ഒരു വിഭാഗം ആൾ പറഞ്ഞു, സാലിസു സലാസ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നിൽ ഒരാളാണ് എന്ന് പറഞ്ഞു. അഥവാ അള്ളാഹു, പരിശുദ്ധാത്മാവ്, പിന്നെ എന്താണ്, ഈസാ നബിയും ഇബാദത്തിന് അർഹനാണ് എന്ന രൂപത്തിൽ അവരെന്ത് ചെയ്തു? അവർ പറയുകയുണ്ടായി. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എന്നെ പുകഴ്ത്താൻ പാടില്ല. റസൂലിനറിയാം നസാറാക്കൾ പിഴച്ചതാണ് എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എനിക്ക് ഉള്ള സ്ഥാനത്തിന് മുകളിൽ എന്നെ നിങ്ങൾ ഉയർത്താൻ പാടില്ല. മറിച്ച് ഫഇന്നമാ അന അബ്ദു, മറിച്ച് ഞാൻ ആരാണ്? അള്ളാഹുവിൻ്റെ അടിമയാണ്. സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ആവർത്തിച്ച് പറയാറുള്ള കാര്യമാണ്, അടിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പദവിയാണത്. അള്ളാഹുവിൻ്റെ അടിമയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പദവിയാണ്. നമ്മൾ കരുതുന്നത് പോലെയല്ല ഉബൂദിയത്ത് എന്നുള്ളത്, അഥവാ അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നുള്ളത് അത് വലിയ മഹത്തരമായ ഒരു പദവിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നമാ അന അബ്ദു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഫഖൂലു അബ്ദല്ലാഹി വറസൂലഹു, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കീങ്ങൾ നാളെ നരകത്തിൽ അവരെത്തിക്കഴിഞ്ഞാൽ അവരുടെ ചില സംഭാഷണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. എന്താണത്? ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ, അവർ നരകത്തിൽ എന്താണ്? പരസ്പരം കലഹിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തർക്കിക്കും മുശ്രിക്കീങ്ങൾ തമ്മിൽ. എന്നിട്ട് അവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു ദുനിയാവിൽ, നമ്മൾ വ്യക്തമായ വഴികേടിലാണ്. അവർ പറയുകയാണ് നമ്മൾ വഴികേടിലാണ്. എന്താണ് ഇവർ വഴികേടിലാകാനുള്ള കാരണം? ഇവർ നേരായ പാതയിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള കാരണം എന്താണ്? അവർ പറയുകയാണ്, ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ തുല്യന്മാരെ കൽപ്പിച്ചു. അള്ളാഹുവിന് തുല്യനായി ചില ആളുകളെ നമ്മൾ എന്ത് ചെയ്തു? സമന്മാരായി നിശ്ചയിച്ചു എന്ന് മുശ്രിക്കീങ്ങൾ പറയുകയാണ്. നോക്കണം ആ ആയത്ത്, ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. ഇനി സഹോദരങ്ങളെ, ചില ആളുകൾ അവരെന്ത് ചെയ്യാറുണ്ട്? അവർ പറയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയൽ, അതെന്താണ്? മദ്ഹ് പറയുക എന്നുള്ളത് അത് നല്ല കാര്യമല്ലേ? അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുക എന്നുള്ളത്
അത് നല്ലതല്ലേ, സഹാബിമാർ ചെയ്തതല്ലേ, അതുപോലെ തന്നെ മുൻഗാമികൾ എല്ലാവരും ചെയ്ത കാര്യമല്ലേ എന്ന് അവർ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഇതിൽ ആർക്കാണ് തർക്കം? ഈ വിഷയത്തിൽ ആർക്കാണ് തർക്കം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുക, അവിടത്തേക്ക് നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ള വിഷയത്തിൽ ആർക്കാണ് തർക്കം? അല്ലേ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എത്ര കവിതകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയല്ലേ, അഥവാ ഒരു ഉമ്മയും ഇതുപോലൊരു മകനെ പ്രസവിച്ചിട്ടില്ല. ശരിയാണ്, എത്ര മനോഹരമായ വാക്കാണത്. പക്ഷേ എവിടെയാണ് സഹോദരങ്ങളെ തർക്കം? എവിടെയാണ് തർക്കം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിലാണോ തർക്കം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിന് ആരും എതിരല്ല, ഒരാളും എതിരല്ല. മറിച്ച് ഇവർ ഓരോ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഓരോ ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ടും സാധാരണക്കാർ ഇതൊക്കെ അറബി ആയതുകൊണ്ട് എന്തോ വലിയ കൂലി ലഭിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്, ഇവരുടെ കൂടെ ഇങ്ങനെ പറഞ്ഞു പാടുകയാണ്. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇത് മനസ്സിലാക്കാൻ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സബബുകളും നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ചില ബൈത്തുകൾ അതിൽ എന്ത് ചെയ്യാം, ഇവിടെ ഓതി കേൾപ്പിക്കാം. നിഷ്പക്ഷരായ ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൻ്റെ പരിധിയിൽ ഈ പറയുന്ന ബൈത്തുകൾ പെടുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാമതായി ഇവർ പറയുന്ന ഒരു അല്ലെങ്കിൽ പാടി ഓതുന്ന ഒരു ബൈത്താണ് സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന ബൈത്ത്. സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന ബൈത്ത് നമുക്ക് ഒരു മുസ്ലിമിന് മസ്ജിദിൽ വെച്ച് പറയാൻ പറ്റാത്ത വരികളാണ് അതിലുള്ളത്. ഒരു മുസ്ലിമിന്, അള്ളാഹുവെ മാത്രമേ ഇബാദത്ത് ചെയ്യുന്ന ഒരു മുസ്ലിമിന് പള്ളിക്കുള്ളിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും ഷിർക്കിൻ്റെ വരികളാണ് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് അതിൽ പറയുന്നത്. അവിടുന്ന് തുടങ്ങുകയാണ്, യാ ഹബീബി യാ മുഹമ്മദു യാ അറൂസൽ ഖാഫിഖൈനി. ഇവിടെ ആരെയാണ് വിളിച്ചത്? യാ ഹബീബി, എൻ്റെ പ്രിയപ്പെട്ടവനെ. യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്. യാ അറൂസൽ ഖാഫിഖൈനി, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും മണവാളനെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്ന അടുത്ത വരികൾ ഓരോ ആളുകളും ശ്രദ്ധിക്കുക. പറയുകയാണ്, മൗലിദിൽ പറയുകയാണ്, അൻത ഗഫാറുൽ ഖതായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് അർത്ഥം? അൻത ഗഫാറുൽ ഖതായ. ഗഫാർ എന്നുള്ളത് ആരുടെ പേരാണ്? അള്ളാഹിൻ്റെ പേരാണ്. അബ്ദുൽ ഗഫാർ എന്നിട്ടാലോ യാതൊരു പ്രയാസമില്ല. ഇവിടെ നിന്ന് എന്താണ് പറയുന്നത്? അൻത ഗഫാറുൽ ഖതായ, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ റസൂലേ അങ്ങാണ്. വദ്ദുനൂബിൽ മൂബിഖാതി, നാശകരമായ പാപം ക്ഷമിക്കുന്നവനുമാരാണ് റസൂലേ അങ്ങാണ്. അൻത സത്താറുൽ മസാവി, പാപങ്ങൾ മൂടി വെച്ച് പൊറുക്കുന്നവനാരാണ്? റസൂലേ അങ്ങാണ്. വ മുഖീലുൽ അസറാത്തി, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവനും റസൂലേ അങ്ങാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എത്രയെത്ര ആയത്തുകളിൽ പറയുന്നുണ്ട് അവനോട്. നോക്കൂ, നമ്മൾ ഈ പറഞ്ഞു വെച്ച ഹദീസ് തന്നെ അതിനുള്ള തെളിവല്ലേ. അള്ളാഹു എന്താണ് പറഞ്ഞത്? ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ അന അഗ്ഫിറു ദുനൂബ ജമീഅ ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും. നിങ്ങൾ എന്നോട് പാപമോചനം തേടുക, ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകാം, നിങ്ങൾക്ക് പുറത്തു നൽകാം എന്ന് അള്ളാഹു പറയുമ്പോൾ ഇവിടെ ചെയ്ത കാര്യം എന്താണ്? ഇത് നുസവ്വീകും ബി റബ്ബിൽ ആലമീൻ. ഇത് അള്ളാഹുവിന് തുല്യത കൽപ്പിക്കലല്ല എങ്കിൽ പിന്നെ മറ്റെന്താണ് തുല്യത കൽപ്പിക്കൽ? നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി വന്നുകൊണ്ട് റസൂലിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മാഷാ അല്ലാഹു വശിഅത, റസൂലെ അങ്ങും അതുപോലെ തന്നെ അള്ളാഹുവും ഉദ്ദേശിച്ചാൽ. അവിടെ ഉപയോഗിച്ചത് വാവാണ്. പൊതുവെ അറബി ഭാഷ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാകും, ഈ വാവ് എന്തിനെ അറിയിക്കില്ല? തർത്തീബിനെ അറിയിക്കില്ല. അഥവാ അള്ളാഹുവും റസൂലും, അള്ളാഹും പിന്നെ റസൂലും എന്നുള്ള അർത്ഥം ലഭിക്കില്ല. അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ എന്ന് ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി ആയിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി ഇദ്ല, നീ എനിക്ക് അള്ളാഹുവിന് സമനാക്കുകയാണോ, അല്ലെങ്കിൽ എന്നെയും അള്ളാഹുവെയും ഒരുപോലെയാക്കുകയാണോ? ബൽ മാഷാ അള്ളാഹു വഹ്ദ, മറിച്ച് നീ എന്ത് പറയണം? അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
ആ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അൻത ഗഫാറുൽ ഖതായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനേക്കാൾ വലിയ വൈരുദ്ധ്യം മറ്റെന്താണുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കറകളഞ്ഞ തൗഹീദ് അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമ്മളാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ആളുകൾ, അവർ ചെയ്യുന്ന കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂൽ എങ്ങനെയാണോ സഹാബിമാരെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം അത് ചെയ്യിപ്പിക്കുകയാണ്. എന്താണത്? ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ ഉയർത്തിയതുപോലെ, പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളാണ് പാപങ്ങൾ പൊറുക്കുന്നത്, നിങ്ങളാണ് നമ്മുടെ പാപങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും മാറ്റുന്നത് റസൂലേ എന്ന് പറയുകയാണ്. ഇതിനെയാണോ മദ്ഹ് എന്ന് പറയേണ്ടത്? ഇതിനെയാണോ മദ്ഹ് എന്ന് പറയേണ്ടത്? മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു ഉപ്പ് പാത്രത്തിൻ്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ ആ ഉപ്പൊരിക്കലും എന്താവുകയില്ല? പഞ്ചസാരയാവുകയില്ല. അതുപോലെ തന്നെയാണ് മദ്ഹ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ശിർക്ക് മദ്ഹ് ആവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ആഖിറം അഥവാ സ്വർഗനരകം നിശ്ചയിക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്നുള്ളത്. അള്ളാഹു പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരുപക്ഷെ എല്ലാവർക്കും ഹിഫ്ളായിട്ടുണ്ടാകും. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും, ശിർക്ക് ഒഴികെ. നോക്കൂ സഹോദരങ്ങളെ, ഇത് മാത്രമാണോ? ഇനിയുമുണ്ട് മറ്റൊരു ബൈത്ത്, സയ്യിദി ബൈത്ത്. ഇവർക്കൊന്നും രണ്ടൊന്നുമല്ല, ധാരാളം ബൈത്തുകളുണ്ട്. എന്താണ് ഇതിൽ പറയുന്നത്? യാ സയ്യിദി യാ റസൂലല്ലാഹ്, എല്ലയോ എൻ്റെ നേതാവേ റസൂലേ, ഖുദ് ബിയദി, അങ്ങൻ്റെ കരങ്ങൾ പിടിക്കണം. എന്തിനാണത്? മാലി സിവാക വലാ അൽവി അലാ അഹദ്, റസൂലെ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഞാൻ വേറൊരാളിലേക്കും തിരിയാറില്ല റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് ഈ ബൈത്തിൽ. നോക്കൂ സഹോദരങ്ങളെ, പാവപ്പെട്ട സാധാരണക്കാർ, മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണക്കാർ, അവർ കൂലി കിട്ടുമെന്ന് കരുതിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്, അറബി വാക്കുകളാണെന്ന് കരുതി അവരെന്താണ് ഇങ്ങനെ പാടി പറയുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരോട് ചോദിക്കണം, ഇത് പറഞ്ഞു തരുന്ന ആളുകളോട്, നിങ്ങൾ ഈ പറയുന്ന വരികൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് അവരോട് ചോദിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു ബൈത്ത് നമുക്കെല്ലാവർക്കും പരിചയമുണ്ടാകും, ചിലർക്ക് ഹിഫ്ളെങ്കിലും ഉണ്ടാകും. ബുർദ അല്ലേ? ഈ നബിദിനത്തോടനുബന്ധിച്ച് നമ്മൾ പല പോസ്റ്ററുകളിലും കണ്ടിട്ടുണ്ടാവും. ബുർദ മജ്ലിസ്, വലിയൊരു പോസ്റ്റർ, എന്നിട്ട് അതിന് താഴെ പല സാദാത്തുകളും സുൽത്താൻമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ബുർദ മജ്ലിസ്. കേട്ട് കഴിഞ്ഞാൽ തോന്നും എന്തോ വലിയ ഇൽമിൻ്റെ മഹാസാഗരം, അല്ലെങ്കിൽ വലിയ ജനസാഗരങ്ങൾ പങ്കെടുക്കുന്ന ഇൽമിൻ്റെ വലിയ സദസ്സാണെന്ന്. എന്താണ് സഹോദരങ്ങളെ അതിൽ പാടി പറയുന്നത്? നോക്കണം. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂസു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. എന്താണ് പറയുന്നത്? യാ അക്രമൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരണീയനായ റസൂലെ, മാലി മൻ അലൂസു ബിഹി സിവാക്, എനിക്ക് അഭയം തേടി ചെല്ലാൻ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? നോക്കണം, എനിക്ക് അഭയം തേടി ചെല്ലാൻ അങ്ങല്ലാതെ മറ്റാരാണ് റസൂലെ ഉള്ളത്? ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, വ്യാപകരമായ ആപത്തുകൾ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടിച്ചെല്ലാനുള്ള അഭയകേന്ദ്രം റസൂലെ അങ്ങല്ലാതെ ആരാണ് എന്ന് ബുർദ അതിൽ പാടി പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ? നമ്മൾ ചോദിക്കണം, ഉസ്താക്കന്മാരോട് ചോദിക്കണം, നിങ്ങൾ പാടി പറഞ്ഞു തരുന്ന കാര്യത്തിൻ്റെ അർത്ഥം ഇതിങ്ങനെയാണോ? ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ തൊണ്ട തൊടാണ്ട് വിശ്വസിക്കേണ്ടതില്ല, ഒരാൾ പോലും വിശ്വസിക്കേണ്ട. അങ്ങനെയല്ല നമ്മളാവേണ്ടത്, അല്ലേ? ചില ആളുകൾ എന്ത് ചെയ്യാണ്, ഇത് റസൂലിൻ്റെ മുടിയാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലും അതങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. ഇങ്ങനെയാണോ നമ്മുടെ ഉമ്മത്തിനെ നമ്മൾ ആക്കിയെടുക്കേണ്ടത്? ഒരിക്കലുമല്ല. റസൂലും സഹാബത്തും, അള്ളാഹും റസൂലും പറഞ്ഞ കാര്യം സഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കിയോ എന്നുള്ള രൂപത്തിൽ ആണോ ഒരാൾ പറയുന്നത്, അത് വിശ്വസിക്കുക. മറിച്ച് ഒരു ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിമ്പറിൽ കയറി പ്രസംഗിക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഖിർ കലാമാകാൻ പാടില്ല, അവസാനത്തെ വാക്ക് അതാകാൻ പാടില്ല. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാനിവിടുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്, അത് ഖുർആനിനും സുന്നത്തിനും
ഒരുമിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ലാതെ. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. അതല്ലാതെ ഉസ്താദ് തെറ്റു പറയാനോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണോ ഹക്ക് പറയുന്നവൻ, അതല്ല ഉസ്താദാണോ? അള്ളാഹു പറയുകയാണ്, വമിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ അവസ്ഥ? പാവപ്പെട്ട ആളുകളുടെ പൈസ അവർ അന്യായമായി എന്ത് ചെയ്യുകയാണ്? അവർ മേടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? അവരുടെ പാവപ്പെട്ടവരുടെ പൈസ അവർ അന്യായമായി ഭക്ഷിക്കുകയാണെന്ന് അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹു പറഞ്ഞ വാക്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും ഒരാൾ സംശയിക്കാൻ പാടുണ്ടോ? അള്ളാഹു പറഞ്ഞു തരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ചില ആളുകളുണ്ട് എന്ന്. അവരെ മനസ്സിലാക്കാനുള്ള മീസാൻ എന്താണ്? ഖുർആനും സുന്നത്തും തട്ടിച്ചു നോക്കുക, ഈ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനിതാ പറയുകയാണ്, ഈ പറഞ്ഞു വെച്ച ബൈത്തുകളുടെ അർത്ഥം ഇങ്ങനെ തന്നെയാണോ എന്ന് അറബി ഭാഷയിലെ പാണ്ഡിത്യമുള്ള ആളുകളോട് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിച്ചു നോക്കുക. അതിനുശേഷം മാത്രം വിശ്വസിച്ചാൽ മതി. ഇനിയുമുണ്ട് ബൈത്ത്. അടുത്ത ബൈത്ത് എന്താണ്? അശറക ബൈത്ത്. എന്താണ് അശറക ബൈത്ത്? എന്താണ് അതിൽ പറയുന്നത്? അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറ. റസൂലിനോടാണ് പറയുന്നത്. നിൻ്റെ പാവപ്പെട്ടവനായ ഒരു അടിമ എന്താണ്? നിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അങ്ങയുടെ ഔദാര്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്. ഇതൊക്കെ ആരോട് പറയേണ്ടതാ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലല്ലേ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. നോക്കൂ, എന്നിട്ട് പറയാണ്, ഫീക ഖദ് അഹ്സൻത ظന്നി യാ ബശീറു യാ നദീർ. എന്താണ്? നിങ്ങളെപ്പറ്റി ഞാൻ നല്ല വിചാരം വെച്ച് പുലർത്തിയിരിക്കുകയാണ്. യാ ബശീറു യാ നദീർ, സന്തോഷ വാർത്തയും താക്കീതും അറിയിക്കുന്ന റസൂലേ. ഫഅഗിസ്നി വഅജിർനി, റസൂലെ എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷപ്പെടുത്തണമേ. യാ മുജീറു മിനസ് സഈരി, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന റസൂലെ എന്നെ സഹായിക്കണമേ എന്ന്. ഇതിൽ ഇവർ അള്ളാഹ്ക്ക് എന്താണ് ബാക്കി വെച്ചത്? ആരാണ് അള്ളാഹു? ഇനി അള്ളാഹുവിനോട് എന്താണ് ചോദിക്കാനുള്ളത്? എല്ലാം റസൂലിനോട് ചോദിച്ചു കഴിഞ്ഞു. സഹായവും അതുപോലെ തന്നെ രക്ഷയും നരകത്തിൽ നിന്ന് കാക്കലും കഴിഞ്ഞിട്ടില്ല. യാ ഖിയാസി യാ മലാദി, എൻ്റെ സഹായമേ, എൻ്റെ അവലംബമേ. ഫീ മുലിമ്മാത്തിൽ ഉമൂരി, പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ അഭയകേന്ദ്രമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പാടി പറയുകയാണ്. നല്ല ഈണത്താലും ദഫിൻ്റെ അകമ്പടിയോടുകൂടി ഇതാ അവർ ഇങ്ങനെ പാടി പറയുകയാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കോപമുള്ള ശിർക്ക്, ഏറ്റവും കോപമുള്ള ശിർക്കാണ് പാടി പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ചുരുങ്ങിയതൊരു മുസ്ലിം 17 തവണ ദിവസവും 17 തവണ പാരായണം ചെയ്യുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നോട് മാത്രം, ഈ മാത്രമാണ് പ്രശ്നം. അല്ലാഹുവേ നിന്നോട് മാത്രം നമ്മൾ സഹായം ചോദിക്കുന്നു, നിന്നെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഇത് പാരായണം ചെയ്യാൻ സാധിക്കുക? ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് എങ്ങനെ സാധിക്കും? അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പിതൃവ്യപുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊച്ചുകുട്ടിയായിരിക്കെ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണ്? നിങ്ങൾ ഈ ഹദീസ് ഒന്ന് കേട്ടു നോക്കണം. ഈ ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചെറിയ പ്രായമാണ്. അവിടുന്ന് വിളിക്കുന്നത് തന്നെ എന്താണ്? യാ ഗുലാം, അല്ലയോ എൻ്റെ കുഞ്ഞുമകനെ. റസൂൽ വിളിക്കുകയാണ്. ഗുലാം എന്ന് പറഞ്ഞാൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഗുലാം എന്ന് പൊതുവെ പറയാറുള്ളത്. യാ ഗുലാം, എൻ്റെ കൊച്ചുമകനെ. ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രയാസം വരുമ്പോൾ, നിനക്ക് ഏതൊരു പ്രയാസഘട്ടം വന്നു കഴിഞ്ഞാലും, നിനക്ക് ഏതേത് സഹായം ആവശ്യം വന്നു കഴിഞ്ഞാലും അള്ളാഹുവെ സഹായവുമായി നിനക്ക് നിൻ്റെ മുമ്പിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞോ നിനക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ അഭയകേന്ദ്രമായി ഞാൻ നിനക്കുണ്ട് എന്ന്? റസൂൽ പറഞ്ഞോ? അല്ലെങ്കിൽ നിനക്ക് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനാണ് ഖിയാസും മലാദും എല്ലാം ഞാനാണ്, നീ പറഞ്ഞോ എന്ന് ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു കൊടുത്തോ? റസൂലിൻ്റെ കുടുംബക്കാരനാണ്, റസൂലിന് ഏറ്റവും കൂടുതൽ നസീഹത്ത് ഉണ്ടാകേണ്ട വ്യക്തിയാണ്. ഇവിടെയുള്ള ആളുകൾ അങ്ങനെയല്ലേ പറയുന്നത്? റസൂലിൻ്റെ മദ്ഹാണ് എന്നുള്ളത് ഇത് ശിർക്കാണ്.
അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പിതൃവ്യ പുത്രന് പറഞ്ഞു കൊടുക്കുന്നത് ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. എന്നിട്ട് വീണ്ടും അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കുകൾ ഒരു മുസ്ലിം അവൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായാഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ അത് അള്ളാഹുവോട് മാത്രം നടത്തുക. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഇതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ സാധിക്കുക? എത്രയെത്ര ഹദീസുകളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് ചോദിക്കണം, നിങ്ങൾ അള്ളാഹുവോട് മാത്രം തേടണം, നിങ്ങൾ അള്ളാഹുവോട് മാത്രം സഹായ അഭ്യർത്ഥന നടത്തണം എന്ന് എത്രയെത്ര ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഖുർആനിലും സുന്നത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ടതായ മര്യാദകൾ എത്ര പറയുന്നുണ്ട്. നമുക്കറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ടതായ മര്യാദകൾ എത്ര പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ഉയരാൻ പാടില്ല, ഒരു മര്യാദ. രണ്ടാമത്തേത്, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലുള്ള പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ റസൂൽ വീട്ടിലുണ്ടാകുമ്പോൾ അവിടത്തേക്ക് പുറത്തിറങ്ങുന്നത് വരെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഇങ്ങനെ മര്യാദകൾ ധാരാളം മര്യാദകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയിൽ അല്ലെങ്കിൽ റസൂലിനോട് നമ്മൾ കാണിക്കേണ്ടതായ കാര്യങ്ങളായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾക്കിതാ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റസൂലിലേക്ക് തിരിയണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരായത്ത്, സൂറത്ത് വേണ്ട, ഏതെങ്കിലും ഒരായത്ത് നമുക്ക് ഖുർആൻ ഒന്നാമത്തെ സൂറത്ത് മുതൽ അവസാനത്തെ സൂറത്ത് വരെ നമുക്ക് കാണിക്കാൻ സാധിക്കും. അള്ളാഹുവോട് മാത്രം തേടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് എടുത്ത് അവസാനത്തെ സൂറത്ത് വരെ പാരായണം ചെയ്താൽ അള്ളാഹുവോട് ചോദിക്കാൻ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. വെല്ലുവിളിക്കുന്നു, ഈ പറയുന്ന ആളുകളെ വെല്ലുവിളിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടാൻ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇനി ഇതാ ധാരാളക്കണക്കിന് ഹദീസുകൾ ഇവിടെ ലഭ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടാൻ നല്ല സിഹത്തുള്ള സനദോടുകൂടിയ ഒരു ഹദീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇലാ ഖിയാമിസ് സഅ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നബിമാരും വന്നത് എന്തിനു വേണ്ടിയാണ്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായത്തിലേക്കും നാം റസൂലുമാരെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയാനും അവന് പുറമേയുള്ള എല്ലാ ദുർമൂർത്തികളെ വെടിയാനുമാണ് ഓരോ റസൂലുമാരെയും നമ്മൾ നിയോഗിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല അങ്ങാടികളിലും പോയി, പല ആളുകൾ കൂടുന്ന സ്ഥലത്തും പോയി പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നിങ്ങളത് അംഗീകരിക്കുക. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനെന്നുള്ള കാര്യം നിങ്ങളത് അംഗീകരിക്കുക. നിങ്ങൾക്ക് എന്താണ് ലഭിക്കാനുള്ളത്? തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ആകാശഭൂമികളെക്കാൾ വിസ്തീർണമുള്ള സ്വർഗമാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്. ഓരോ നബിമാരും പറഞ്ഞ കാര്യം ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, ആളുകൾ ഓതി പറയുന്ന വരികളാണ് എല്ലാവർക്കും ഹിഫ്ള് ഉണ്ടാകും. മങ്കൂസ് മൗലിദിലെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, 2-3 തവണ പറഞ്ഞതാണ്. ഏത്? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി. എന്താണ് ഇതിൽ പറയുന്നത്? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇർതകബ്തു അലൽ ഖതാ, ഞാനിതാ ധാരാളം തിന്മകൾ, എണ്ണവും കണക്കുമില്ലാത്ത ധാരാളം തിന്മകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി. റസൂലെ, ആ തെറ്റിപ്പോയ അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് റസൂലെ അങ്ങയോടാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്ന കാര്യം എന്താണ് സഹോദരങ്ങളെ? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപങ്ങൾ പുറത്തു നൽകാൻ മറ്റാരാണുള്ളത്? മറ്റൊരായത്തിൽ അല്ലാഹു എന്താണ് പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇത് സ്വന്തത്തോട് തന്നെ ധാരാളം പാപങ്ങൾ
ധാരാളം പാപങ്ങൾ ചെയ്തു പോയ എൻ്റെ അടിമകളോട് റസൂൽ അങ്ങ് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹുവാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ. ഇനി ഇതിനിടയിൽ ഏതെങ്കിലും ഒരാളുടെ ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ ആവശ്യമുണ്ടോ? നോക്കൂ സഹോദരങ്ങളെ, ആളുകളെ തെറ്റിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ, ചില മുസ്ലിയാക്കന്മാർ പണ്ഡിത വേഷം ചമഞ്ഞുകൊണ്ട് അവർ സാധാരണക്കാരെ പറ്റിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല, വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾ ഇന്ന് തന്നെ പോകണം പറ്റുമെങ്കിൽ. എന്നിട്ട് ഇത് ഓതി പറയുന്ന ആളുകളോട് ചോദിക്കണം, ഉസ്താദ് ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം, ഈ പാടി പറയുന്ന വരികളുടെ അർത്ഥം നിങ്ങൾ പറഞ്ഞു തരണം. എന്നിട്ട് അവർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക, ഇത് ഖുർആനിനും ഹദീസിനും എതിരല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ന്യായങ്ങൾ എന്തായിരിക്കും? ഈ പറഞ്ഞ രൂപത്തിലുള്ളതാണ്. മദ്ഹാരാണ് ഇഷ്ടപ്പെടാത്തത്, വഹാബികൾ അങ്ങനെ പറയുകയാണ്, ഇങ്ങനെ പറയണം, ആർക്കും തർക്കമില്ല. റസൂലിൻ്റെ മദ്ഹ് പറയണമെന്നതിൽ അതിൽ തെറ്റുണ്ട് എന്നതിൽ ഒരാൾക്കും, അല്ലെങ്കിൽ അതിൽ തെറ്റില്ല എന്നതിൽ, റസൂലിൻ്റെ മദ്ഹ് പറയുന്നതിൽ തെറ്റില്ല എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? റസൂലിൻ്റെ മദ്ഹ് പറയണം, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ആ മദ്ഹിൻ്റെ മര്യാദകൾ അത് പാലിക്കപ്പെട്ടിട്ടായിരിക്കണം അത് പറയേണ്ടത്. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ മൻസിലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല പറയേണ്ടത്. അള്ളാഹുവിൻ്റേതായ ഹക്കുകളുണ്ട്. എന്താണ് അള്ളാഹുവോടുള്ള ബാധ്യതകൾ? നമ്മൾ പറഞ്ഞതാണ് മുൻകഴിഞ്ഞ ഹദീസുകളിൽ. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചില്ലേ, ഒരടിമക്ക് അള്ളാഹുവോടുള്ള ബാധ്യത എന്താണ്? അതുപോലെ തന്നെ അള്ളാഹുവിന് ആ ബാധ്യത ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, എനിക്കറിയില്ല, അള്ളാഹുവിനും അവിടുത്തെ റസൂലിനുമാണ് അറിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അള്ളാഹുവോടുള്ള ഒരടിമയുടെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. നോക്കണം സഹോദരങ്ങളെ, അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് എന്താണ്? അള്ളാഹു ഒരിക്കലും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവരെ, അവന് മാത്രം നിസ്കരിച്ചവരെ, അവന് വേണ്ടി നിസ്കരിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നരകം കൊടുക്കുകയില്ല, അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു സന്തോഷം കാരണത്താൽ റസൂലിനോട് ചോദിച്ചു, റസൂലെ, ഞാനിതെൻ്റെ സഹാബിമാർക്ക് അറിയിച്ചു കൊടുക്കട്ടെ? ആ സന്ദർഭത്തിൽ റസൂൽ എന്താണ് പറഞ്ഞത്? ലാ തുബശിറൂഹും ഫയത്തക്കിലു, നീ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് പറയരുത്. കാരണം അവർ അതിൽ തവക്കുൽ ചെയ്യും. നമ്മൾ ശിർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാപങ്ങളിൽ മുഴുകിയേക്കാം. അങ്ങനെ പാപങ്ങളിൽ മുഴുകിയാൽ ഒരുപക്ഷെ ഏതിലേക്കെത്തും? ശിർക്കിലേക്കെത്തും. കാരണം അള്ളാഹുവോടുള്ള ധിക്കാരം എന്നുള്ളത് അത് കൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനെ ഇബാദത്ത് ചെയ്യുന്നതിന് നമുക്ക് തടസ്സമുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് മുആദ് റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞു കൊടുത്തത്? അവിടുന്ന് ഇൽമു മറച്ചു വെച്ചു എന്നുള്ള ഒരു തിന്മ അത് എനിക്ക് ലഭിക്കുമോ എന്ന് ഭയം കൊണ്ടാണ്. അറിവ് മൂടി വെക്കുക എന്നുള്ളത് വലിയ പാപമാണ്. അഥവാ നമുക്ക് അറിവുണ്ടായിട്ട് ഒരാൾ നമ്മളെടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്നിട്ട് നമ്മളത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാപമാണ്. എന്നാൽ മസ്ലഹത്തുണ്ട് എങ്കിൽ, അതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ നമുക്ക് മറച്ചു വെക്കാം. ഏതുപോലെ മുആദ് റളിയല്ലാഹു അൻഹു അത് ആദ്യം പറഞ്ഞില്ല. അത് ആദ്യം സഹാബിമാർക്ക് എന്ത് ചെയ്തില്ല? പറഞ്ഞു കൊടുത്തില്ല. അതിലെന്തുണ്ടായിരുന്നു? ഒരു മസ്ലഹത്തുള്ളത് കൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു കൊടുത്തില്ല. എന്നിരുന്നാലും പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗമാണ്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോട് ചോദിക്കുക, ശരി, നിങ്ങൾ പറയുകയാണ് ഇന്നയാളെ വിളിക്കണം, ഇന്നയാളുകളോട് ഇസ്തിഗാസ നടത്തണം. ഇനി ഇതൊന്നും ചെയ്തില്ല എങ്കിൽ, നമ്മളിതൊന്നും ചെയ്തില്ല, അള്ളാഹുവെ മാത്രം ആരാധിക്കുകയാണ് എങ്കിൽ നമുക്കെന്തെങ്കിലും ശിക്ഷ ലഭിക്കുമോ എന്ന് നമുക്ക് അവരോട് ചോദിച്ചൂടെ? ഒരു ചോദ്യ രൂപത്തിൽ നമുക്ക് ചോദിച്ചൂടെ? ഇനി നേരെ നമുക്ക് തിരിച്ച് മറ്റൊരു രൂപത്തിൽ ചോദിക്കാം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ള ആളുകളെ ഇസ്തിഗാസ നടത്തുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇസ്തിആന, ഇങ്ങനെ പല പേരുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പേരുകളും ഇട്ട് ശിർക്കിനെ എന്ത് ചെയ്യാണ്? നല്ല ഭംഗി കൂട്ടുകയാണ്. ശിർക്ക് എപ്പോഴും ശിർക്ക് തന്നെയാണ്. നിങ്ങളത് ഏത് പേരിട്ട് വിളിച്ചാലും, അതിന് എന്ത് നാമകരണം ചെയ്ത് കഴിഞ്ഞാലും ശിർക്ക് തന്നെയാണ്. അതിനെത്ര മോടി കൂട്ടിയാലും. ചോദിക്കുക, ഇസ്ലാമിൽ 5 അഹ്കാമുകളാണുള്ളത്: സുന്നത്ത്, വാജിബ്, മുസ്തഹബ്, മക്രൂഹ്, ഹറാം. ചോദിക്കണം നമ്മൾ, ഇങ്ങനെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ, ഇവരുടെ വലിയകളെ, അതുപോലെ തന്നെ ഇവരുടെ ഉസ്താക്കന്മാരെ, മരിച്ചുപോയ പല ആളുകളെയും, അബ്ദുൽ ഖാദർ ജീലാനി അതുപോലെയുള്ള ആളുകളെയൊക്കെ അള്ളാഹുവോട് വിളിച്ചു തേടുക അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള വാക്കുകൾ പറയൽ സുന്നത്താണോ? അതല്ല നിർബന്ധമാണോ? അതല്ല മുസ്തഹബാണോ, മക്രൂഹാണോ, ഹറാമാണോ? ഈ 5 വിധികളിൽ ഏത് വിധിയാണെന്ന് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് നമുക്ക് ചോദിക്കാം. അവർ തരുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ വിട്ടേച്ചു പോയത് വളരെ മഹത്തരമായ ഒരു വഴിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, ആരാണോ എൻ്റെ മരണശേഷം ജീവിക്കുന്നത് അവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ സന്ദർഭത്തിൽ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം അഥവാ ആ സമയത്ത് അഥവാ ഫിത്നകൾ ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ അതിനുശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തേക്കോ, ഉമർ റളിയല്ലാഹു അൻഹുവിനെയോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയോ, അലി റളിയല്ലാഹു അൻഹുവിനെയോ ഇവരെയൊക്കെ വിളിച്ച് തേടാനും അവരോട് ഇസ്തിഗാസ നടത്താനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുമോ? മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നമുക്ക് ലഭ്യമാണ്. അവിടുന്ന് ജനിച്ചത് മുതൽ മരിച്ചത് വരെയുള്ളത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഉലമാക്കൾ രചിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് നിങ്ങൾ തേടണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ട് എങ്കിൽ അതവർ കാണിച്ചു തരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം തിരിയാനും നമ്മൾ പരിശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വകുല്ലു സിഫാത്തിൽ ഹംദിലില്ലാഹി തുസ്നദു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് എല്ലാവിധ വിശേഷണങ്ങളും അവനുള്ളത് കൊണ്ട് തന്നെ എല്ലാവിധ സ്തുതികൾക്കും അർഹനാരാണ്? അള്ളാഹു മാത്രമാണ്.
എല്ലാ സ്തുതികൾക്കും അർഹൻ, സർവ്വസ്തുതിക്കും അർഹൻ അത് അള്ളാഹു മാത്രമാണ്. സഹോദരങ്ങളെ, അള്ളാഹു അവൻ്റെ പരിപൂർണമായ വിശേഷണങ്ങളാൽ സ്തുതിക്കപ്പെടേണ്ടവനാണ്. കാരണം നമ്മൾ പറഞ്ഞതാണ്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടും അവൻ്റെ നിയമങ്ങൾ കൊണ്ടും അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമുക്ക് വെച്ച നിയമങ്ങൾ അത് ധാരാളമുണ്ട്. ആ നിയമങ്ങൾ നമുക്ക് നൽകിയതിൽ നമ്മൾ അവനെ സ്തുതിക്കണം. അവൻ ആ കാര്യം കൊണ്ടും എന്താണ്, സ്തുതിക്ക് അർഹനാണ്. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, അവൻ്റെ ദീൻ നമുക്ക് നൽകിയതിനാൽ. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ ഇസ്ലാം എന്ന ഈ ദീൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നമുക്കറിയാം. അള്ളാഹു കൽപ്പിച്ച കാര്യം ഏതൊക്കെ എന്നുള്ളത് നമുക്കറിയാം. ആ കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ, അതുപോലെ തന്നെ വിരോധിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്കൊരു ഉദാഹരണം മാത്രം എടുത്തു നോക്കാം. കള്ള് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഹറാമാക്കിയ കാര്യമാണ്. അത് നമ്മൾ ദിനേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ പെങ്ങന്മാരാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. നമ്മുടെ മാതാപിതാക്കൾ ആരാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കന്നുകാലികൾക്ക് സമമായിരിക്കും. യാതൊരു സംശയവുമില്ല അതിൽ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിവിടെ വെച്ച് തന്ന നിയമങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സ്തുതിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങൾ, നമുക്ക് ദീനായി എന്ത് കാര്യം നിശ്ചയിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ നന്മക്കും നമ്മുടെ എളുപ്പത്തിനും വേണ്ടിയാണ്. നമ്മളോട് ഏതൊക്കെ കാര്യം വിലക്കിയിട്ടുണ്ടോ അത് നമ്മളിൽ നിന്ന് തിന്മ തടയാനും പ്രയാസമില്ലാതിരിക്കാനുമാണ്. അതിനൊരു ഉദാഹരണം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലിശ എന്താണ് സഹോദരങ്ങളെ പലിശയുടെ അവസ്ഥ? അത് ആദ്യത്തിൽ വളരെ രസകരമായ ഒരു കാര്യമായി തോന്നുമെങ്കിലും പിന്നീട് അതിൻ്റെ പ്രയാസം എത്രത്തോളമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ഹറാമാക്കി തന്നു. അൽഹംദുലില്ലാ, അതിലേക്ക് നിങ്ങൾ അടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യമാണത്. നോക്കൂ സഹോദരങ്ങളെ, എത്ര ആളുകളുണ്ട് ഈ പറഞ്ഞ തിന്മയിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ട് ഓരോ ദിവസവും അവർ തള്ളി നീക്കുകയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചതിൽ അവർക്ക് ലഭിച്ചതാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ദുനിയാവിലും ആഖിറത്തിലും നന്മയുണ്ടാകാനാണ് അള്ളാഹു നമ്മോട് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ഏത് ചെയ്താലും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മയായിരിക്കും. അതിനാൽ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഖുർആനിലും സുന്നത്തിലും ഒരു കൽപ്പന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അത് ചെയ്യുന്നതിലാണ് എല്ലാവിധ നന്മയുമുള്ളത് എന്നുള്ളത്. ഉറച്ചു വിശ്വസിക്കണം. അതുപോലെ തന്നെ നേരെ തിരിച്ചും അള്ളാഹും റസൂലും ഒരു കാര്യം വിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതിലാണ് എല്ലാവിധ തിന്മയും പ്രയാസവും ഉള്ളത് എന്നുള്ളത്. അത് ഉപേക്ഷിക്കുന്നതിലാണ് എല്ലാവിധ നന്മയും ഉള്ളത് എന്ന് നിനക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും. കാരണം എന്തെന്ന് വെച്ചാൽ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്തു തരും? വ്യക്തമായി മനസ്സിലാക്കി തരും. ഇന്ന കാര്യം ചെയ്താലുള്ള പ്രയാസം ഇന്നതായിരിക്കും. ഇന്ന് ഹറാമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനോട് സംബന്ധിച്ച് നിനക്ക് വരാനിരിക്കുന്ന ഇന്ന കാര്യങ്ങളായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരും. അതിനൊരു ഉദാഹരണമാണ് പലിശ. അതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് കള്ള്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനന്തരഫലമായി ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ശ്രദ്ധിക്കണം, മറ്റ് ചില കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അത് ഹറാമാക്കും. പക്ഷെ അതിൻ്റെ കാരണങ്ങൾ എന്ത് ചെയ്യില്ല? നമുക്കത് പറഞ്ഞു തരില്ല. അതെന്തിനു വേണ്ടിയാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ സിഫത്തായിക്കൊണ്ട്. എന്താണത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുഅ്മിനീങ്ങളുടെ വിശേഷണമാണത്. അഥവാ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആര്? മുഅ്മിനീങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ കാര്യങ്ങളും ഒരാൾ കാണുകയാണ്, കൺമുന്നിൽ തന്നെ എന്ത് ചെയ്യാണ്? ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണുകയാണ്, ഇന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ പറയാനുണ്ടോ?
ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പുലി എന്ന് പറയുന്ന സാധനമുണ്ട് എന്നുള്ളത് ഇതിൽ ആരെങ്കിലും നിഷേധിക്കും? ആരും നിഷേധിക്കില്ല. കാരണം എന്താ? അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് 4 കാലാണ്, അതുപോലെ തന്നെ അതിൻ്റെ കണ്ണ് ഇന്ന രൂപത്തിലാണ്, അതിൻ്റെ ചെവി ഇങ്ങനെയാണ്, അതിൻ്റെ പല്ലിങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ചിത്രത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്നുള്ളത് അത് ആരെ വിശ്വസിക്കുകയുള്ളൂ? മുഅ്മിനീങ്ങളെ വിശ്വസിക്കുകയുള്ളൂ. അത് മുഅ്മിനീങ്ങളെ വിശ്വസിക്കുകയുള്ളൂ. അതിന് സുബ്ഹാനല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ എത്ര സത്യമാണ് എന്ന് അറിയിക്കുന്ന ഒരു സംഭവമാണ് മസീഹു ദജ്ജാലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്താണത് സഹോദരങ്ങളെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് മസീഹു ദജ്ജാൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇന്നതായിരിക്കും, മക്കയിലും മദീനയിലും പ്രവേശിക്കുകയില്ല, അതിൻ്റെ പരിധികളിൽ വന്നു കഴിഞ്ഞാൽ മദീനയിലേക്കും മക്കയിലേക്കും പ്രവേശിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മലായിക്കത്തുകൾ ഊരിപ്പിടിച്ച വാളുമായി അതിനെ സംരക്ഷിക്കും എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സഹോദരങ്ങളെ, മസീഹു ദജ്ജാലിന് പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സന്ദർഭം ആലോചിച്ച് നോക്കണം. എന്താണ് ആ സംഭവം? മസീഹു ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കുമെന്നാണ് ആരുടേതാണ് ആ വെള്ളക്കൊട്ടാരം എന്നുള്ളത്. നോക്കണം, എന്താണ്? ആരുടേതാണ് ആ വെള്ളക്കൊട്ടാരം എന്നുള്ളത് മസീഹു ദജ്ജാൽ ചോദിക്കുമെന്നാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ മസ്ജിദു നബവിയുടെ അവസ്ഥ എന്താണ്? ആലോചിച്ച് നോക്കണം. എന്താണ് മസ്ജിദു നബവിയുടെ അവസ്ഥ? വളരെ ചെറുതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കണത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പള്ളിയുടെ അവസ്ഥ എന്താണ്? വളരെ ചെറുതാണ്. അത്ര ആളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന ചെറിയൊരു മസ്ജിദ്. ഇനി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? ഇപ്പോൾ മസ്ജിദ് നബവി ഏതവസ്ഥയിലുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഏതാണ് അതിൻ്റെ നിറം? ഏത് രൂപത്തിലാണ് ആ പള്ളിയുള്ളത്? കണ്ടാൽ കൊട്ടാരമാണെന്ന് തോന്നിപ്പോകും. അതിൻ്റെ നിറം എന്താണ്? വെള്ളയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കാം നമ്മൾ. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് നടത്തിയെന്ന് പറയുന്നതിൽ ആർക്കാണ് തർക്കമുണ്ടാകുക? ആലോചിച്ച് നോക്ക്. മണിക്കൂറുകൾ കൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ സൗദിയിലേക്ക് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ അതിനെ നിഷേധിച്ചതാരായിരുന്നു? അബൂജഹലും കൂട്ടരാണ്. പക്ഷേ ഇന്ന് അതിൽ നമുക്ക് വിശ്വസിക്കുന്നതിന് വലിയ പ്രയാസമുണ്ടോ? ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണമെന്നോണം അത് പറഞ്ഞു തരാതിരിക്കുന്നതാണ്. അതിന് പിന്നിൽ വ്യക്തമായ ഖൈറും അതുപോലെ തന്നെ വ്യക്തമായ നന്മയും ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. കാരണം സൂചിപ്പിച്ചതുപോലെ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുള്ള ചില നിരീശ്വരവാദികളും അതുപോലെയുള്ള ആളുകളും പറയുന്നതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, നമ്മൾ ദുർബലരാണ്, നമുക്കെന്തുണ്ട്? പരിധികളുണ്ട്. അത് അള്ളാഹു നമ്മോടുള്ള റഹ്മത്തിനാൽ എന്താണ് പറഞ്ഞു തരാതിരിക്കുന്നതാണ്. ആലോചിച്ച് നോക്കണം. നമ്മുടെ കണ്ണിന് പരിധിയില്ലേ? ആരും നിഷേധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ കേൾവിക്ക് പരിധിയില്ലേ? ആരും നിഷേധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്. ഇതാര് നിഷേധിച്ചാലും നമ്മുടെ ബുദ്ധിക്ക് എന്തുണ്ട്? പരിധിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊരു കാര്യം നിയമമായി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ നന്മക്കും നമ്മുടെ എളുപ്പത്തിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കു പിന്നിലും വ്യക്തമായ യുക്തിയുണ്ട്. നമുക്ക് സന്തോഷമുണ്ടായാലും പ്രയാസമുണ്ടായാലും അള്ളാഹുവെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. കാരണം റബ്ബിനാണ് അറിയുന്നത് എന്താണ് അത് സംഭവിച്ചതിലൂടെ അതിന് പിന്നിലുണ്ടായ യുക്തി എന്താണെന്ന് അറിയുന്നത് ആർക്കാണ്? റബ്ബ് സുബ്ഹാനഹു വ തആലക്കാണ്. അതിനാൽ തന്നെ അവൻ്റെ എല്ലാ പ്രവൃത്തികളും കാരണത്താൽ അവൻ സ്തുതിക്കപ്പെടേണ്ടതാണ്. നമ്മൾ സ്തുതിക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഷേഖ് ഇവിടെ പറഞ്ഞത് എല്ലാ സ്തുതികളും ചേർക്കപ്പെടേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലക്കാണ് എന്ന്. അതിനുശേഷം ഷേഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, അഹാത ബികുല്ലിൽ ഖൽഖി ഇൽമൻ വ ഖുദ്റതൻ വ ബിർറൻ വ ഇഹ്സാനൻ ഫഇയ്യാഹു നഅ്ബുദു. എന്താണ്? അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ എല്ലാം തന്നെ വലയം ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഇൽമൻ വ ഖുദ്റതൻ, അവൻ്റെ അറിവിനാലും അവൻ്റെ ശക്തിയാലും. സഹോദരങ്ങളെ, ഈ ഒരു വിശ്വാസം നാം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ
നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതല്ല എങ്കിൽ ഇടയ്ക്കിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിശ്വാസം പുതുക്കിക്കൊണ്ടിരിക്കണം. അഥവാ അള്ളാഹു എല്ലാത്തിനെയും വലയം ചെയ്യുന്നവനാണ് എന്നുള്ളത്. നന്മയാലും അതുപോലെ തന്നെ കാരുണ്യത്താലും അവൻ അടക്കി ഭരിക്കുന്നതിനാലും അവൻ്റെ ശക്തിയാലും അവൻ്റെ അറിവ് അത് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു എന്നുള്ള വിശ്വാസം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അവൻ്റെ ശക്തി അതും എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീതാ, അള്ളാഹു എല്ലാത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? വലയം ചെയ്തിട്ടുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതിനാൽ തന്നെ നമുക്ക് അള്ളാഹുവിൽ നിന്നൊന്നും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. ഒരു കാര്യവും നമ്മൾ ഈ വിശ്വാസം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിലെ സ്വർഗത്തിലായിരിക്കും. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്നതും നമ്മൾ ഈ പറയുന്നതും രഹസ്യങ്ങളെല്ലാം റബ്ബിൻ്റെ അടുക്കൽ പരസ്യമാണ്. ഈ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ആരും കാണാതെ ചെയ്യുന്ന കൂരിരുട്ടിലുള്ള മുറിയിലിരുന്നു കൊണ്ട് ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന തിന്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അത് പരസ്യമാണ്. നമ്മൾ ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ആകാശഭൂമികളിലുള്ള ഉറുമ്പിൻ്റെ കാലടിയോളം വലുപ്പമുള്ള കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് സഹോദരങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത്. ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, ആരല്ലാഹുവിനെ ധിക്കരിക്കുന്നുണ്ടോ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്, അവൻ എത്ര വലിയ പണ്ഡിതനായാലും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അള്ളാഹിനെ ധിക്കരിക്കുന്നവനൊക്കെ എന്താണ്? ജാഹിലീങ്ങളാണ്. കാരണം അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞൊരുവൻ എന്ത് ചെയ്യില്ല? അവനെ ധിക്കരിക്കുകയില്ല. ഇനി സഹോദരങ്ങളെ, ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, അള്ളാഹു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതറിയുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്ന കാര്യവും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. ഇനി ഇവിടെ നടക്കാതെ പോയ കാര്യങ്ങൾ പോലും അത് നടന്നു കഴിഞ്ഞാൽ എന്താകുമെന്നുള്ള കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അള്ളാഹുവിൻ്റെ ഇൽമ് എന്നുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ, വസ്തുക്കൾ അതിവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്നുള്ളതും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഷെയ്ഖ് റഹിമഹുല്ല അവിടുന്ന് പറയുകയാണ് ഫഇയ്യാഹു നഅബുദു. അങ്ങനെയെങ്കിൽ നമ്മൾ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയത്തട്ടുകളിലുള്ള കാര്യങ്ങളെല്ലാം റബ്ബ് അറിയുന്നുണ്ട്. നമ്മുടെ ഏങ്ങലിട്ടുള്ള കരച്ചൽ പോലും നമ്മൾ അള്ളാഹുവിനോടത് പറഞ്ഞിട്ടില്ല എങ്കിലും, നമ്മളത് ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് അറിയാം. അങ്ങനെയുള്ള റബ്ബിനെ ആരാധിക്കുന്നതിൽ നിന്ന് എന്ത് തടസ്സമാണ് നമുക്ക് നേരിടാനുള്ളത്? ഷെയ്ഖിൻ്റെ വാക്കുകൾ സുബ്ഹാനല്ലാഹ് വളരെ മനോഹരമാണ്. റഹിമഹുല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് പറയുകയാണ്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫഇയ്യാഹു നഅബുദു, അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇത്രയുമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനും അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.